ഹലോ. അപ്പോൾ ഇത് ജാപ്പനീസ് ഐറ്റം ഒന്നല്ല കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്വീറ്റ് ഡിഷാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ 4 ക്യാരറ്റാണ് വേണ്ടത്. അപ്പോൾ 4 ക്യാരറ്റ് ഞാൻ പീൽ ചെയ്തിട്ട് ഇവിടെ കഴുകി വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് ഈ ക്യാരറ്റ്സൊക്കെ കട്ട് ചെയ്യണം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണേൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഈ ക്യാരറ്റ്സ് വേവിക്കുന്നത് കുക്കറിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റ്സൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്ന വരെ നമുക്കിത് വേവിക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മുടെ ക്യാരറ്റ്സൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാറാണ്. അപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ്. പിന്നെ വേണ്ടത് 1/2 സ്പൂണ് വാനില എസൻസ്. നിങ്ങൾക്ക് വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കായ കൂടി ചേർക്കാം. അതിനുശേഷം ഞാൻ എടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് കേട്ടോ. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അടിച്ചെടുക്കണം മിക്സിയിൽ. അപ്പോൾ ഇതേ തരികളൊന്നും ഇല്ലാണ്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള നെയ്യ് ചൂടായതിന് ശേഷം അടിച്ച് വെച്ചിട്ടുള്ള ആ ക്യാരറ്റ് മിക്സ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ കടായിലിട്ടിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണേ നിങ്ങൾ വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൈ എടുക്കാണ്ട് നല്ല രീതിയിൽ നമ്മൾ ഇത് വരട്ടിയെടുക്കണം കേട്ടോ. ഇപ്പോൾ കോൺഫ്ലോർ ഇട്ടിട്ടുള്ള കാരണം നമുക്ക് കുറേ നേരം ഇതിൻ്റെ മുന്നിൽ നിൽക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്കത് കട്ടിയായിട്ട് കുറുകി കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇത് ഒരു റൗണ്ട് ഷേപ്പിലാണ്, ഒരു ബോൾ ഷേപ്പിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് ഇതിൽ നിന്ന് 1 സ്പൂണ് ക്യാരറ്റിൻ്റെ മിക്സ് കയ്യിലാക്കി ഒരു റൗണ്ട് ഷേപ്പിൽ ഉരുട്ടിയാണ് എടുക്കുന്നത്. അങ്ങനെ നമുക്ക് ഇത് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ, ഈ പ്രൊസീജിയർ. അപ്പോൾ ഇത് ഞാൻ 2 എണ്ണം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, 8 എണ്ണമാണ് നമ്മളിവിടെ ഈ മിക്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടും കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് കുറച്ച് ഒരു പാത്രത്തിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ട് ഇതിലത്തെ 4 എണ്ണം ഞാനിതിൽ റോൾ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, കോക്കനട്ടും ക്യാരറ്റും കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ. പിന്നെ 4 എണ്ണം നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ കണ്ടില്ലേ, നല്ലൊരു ഭംഗി കൂടിയുണ്ട്. ഇനി നമുക്ക് ഇത് കഴിക്കാം.